ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുവത്തും വീഡിയോയുടെ സ്വാഗതം. ഞാൻ വന്ന് നിൽക്കുന്ന ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുവത്തും വീഡിയോയുടെ സ്വാഗതം. ഞാൻ വന്ന് നിൽക്കുന്ന പോകുന്ന ചാനലാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സോളോവിനെ ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ ഒരു ബ്രോ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു അർജുനെ റിയാക്ട് ചെയ്യാൻ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അർജുനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അർജുൻ്റെ ഫസ്റ്റത്തെ വീഡിയോ തൊട്ട് ലാസ്റ്റത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം അറിയാം നമുക്ക് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. എന്ന് പറയുമ്പോൾ എന്തുമാത്രം നമ്മളുടെ ആ ഒരു അർജുൻ്റെ ഒരു ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ആ ചാനലിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സോ കൂടുതൽ സമയം വെച്ച് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോകളുടെ കിടക്കാം. നമ്മൾ ഇത് അർജുനെ റിയാക്ട് ചെയ്യാൻ പോകണം. അർജുൻ്റെ നമ്മളുടെ ചാനലെടുത്ത് ഓൾഡസ്റ്റ് വീഡിയോ ഓൾഡസ്റ്റ് ആ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഓൾഡസ്റ്റ് ഫസ്റ്റ് വീഡിയോ നമ്മൾ നോക്കുമ്പോൾ അർജുൻ്റെ ഫസ്റ്റ് വീഡിയോ 6 വർഷം മുമ്പാണ് ഇറങ്ങിയത്. 6 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്കൂട്ടിയ 2018 അല്ലേ? 2018 അപ്പം അതൊന്നും നമുക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. 2018 കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഷാപ്പ് ഡയറീസ് ഇൻ 1 മിനിറ്റ്. അപ്പോൾ 5 ലക്ഷം എന്ന് പറയുമ്പം 5 മില്യൺ വരും. സോറി 500K വരും. അപ്പോൾ നമുക്ക് ആ വീഡിയോ വെച്ച് നോക്കാം. 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇനി കാണാം. നമുക്ക് വോളിയം കുറച്ച് വെച്ചേക്ക്, ഇല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൂടെ കാരണം നിക്ക് ഇത് വോളിയം കുറയുന്നില്ല. ഓക്കെ, നമുക്കൊരു ഇത്രയും വോളിയം വയ്ക്കാം. എന്നുവെച്ചാൽ നമ്മളിപ്പം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വിഷ്വൽസ് കൊടുക്കുമ്പോൾ അതിൻ്റെ വോയിസും കൂടെ എടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ എന്തോ നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് നമ്മൾ ഈ ഷോർട്സ് ഒക്കെ കാണത്തില്ല, അതുപോലത്തെ എന്തോ വീഡിയോ ആണ് ബ്രോ ഉദ്ദേശിച്ചത്. ഇവർ കപ്പയും മീനും തിന്നുന്നേക്കാൾ എന്തെല്ലാം നമ്മൾ കാണുന്നത്. ബുള്ളറ്റൊക്കെ എടുത്ത് ആരോ പോകണം. അതിനകത്ത് ആർജമില്ല ഗൈസ്. താണ്ട തെങ്ങിക്കിടന്ന ഓടിക്കും. ഇതിനകത്ത് അർജു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അതിനകത്ത് അർജുനെ കാണുന്നില്ല. അപ്പം ഇവിടെ 1 മിനിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കി. ഷോട്ട് ഓൺ ഐഫോൺ. നമുക്ക് അടുത്ത വീഡിയോകളും കൂടെ നോക്കാം. ഓക്കെ, റിയാക്ടിങ് നോട്ട് റോസ്റ്റിംഗ്. ആ സെയിം സംഭവമാണ് ഞാനും ചെയ്യുന്നത്, റിയാക്ടിങ് നോട്ട് റോസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഇമാതിരി വീട്ടൊക്കെ തമ്പനയിൽ വിട്ട് ഇറക്കിയാലോ. 15 minutes ഓഫ് ദേ റോസ്റ്റഡ് മീ. ഈ വീഡിയോ കണ്ട് ആരെങ്കിലും എന്നെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനും ഏറെ കയറും. എന്നെ ഇപ്പം അങ്ങനെ ആരും റോസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ചെറിയൊരു യൂട്യൂബറാണല്ലോ, അപ്പം അത് വലിയ കുറേ പേരൊന്നും റോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബാക്കി എല്ലാത്തിനും 1 crore വ്യൂസ് ഒക്കെ ഉണ്ട്. ഈ മുമ്പത്തെ 2 എണ്ണത്തിന്. ടിക്ടോക്ക് ആങ്ങളമാർ റോസ്റ്റഡ്, ടിക്ടോക്ക് വൈറൽ കല്യാണങ്ങൾ റിയാക്ഷൻ. നമുക്ക് വേണ്ട റിയാക്ടിങ് നോട്ട് റോസ്റ്റിംഗ് ആ വീഡിയോ വെച്ച് നോക്കാം. നമ്മളിപ്പോൾ ആ സെയിം സംഭവമാണ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുകയല്ല, ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ബ്രോയുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൂട്ടാം. എൻ്റെ പേര് അർജുൻ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പേ ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മൾ 500K കടന്നിരിക്കുകയാണ്. ഗായ്സ്, നമ്മൾ 500 സബ് പോലും ആയില്ല. ഇപ്പം സബ്സ്ക്രൈബ് എന്നെ കാണുന്ന 99% ആൾക്കാർ എന്നെ സബ് ചെയ്തിട്ടില്ല. ആകെ 1% എങ്ങോട്ട് എന്നെ സബ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സാധനമാണ് ഇപ്പം 99%. സോ എല്ലാവരോടും അതിന് ഭയങ്കര ഒരു താങ്ക്സ് ചെയ്യാൻ പറയുന്നു. അപ്പം 500 പെട്ടെന്നാക്കാം. അപ്പം ഞാൻ താങ്ക്സ് പറയാം. അപ്പം അധികം ലാഗടിപ്പിക്കാണ്ട് തന്നെ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും വീഡിയോസ് അയച്ചു തരാൻ പറഞ്ഞു. കുറേ പേര് വീഡിയോസ് അയച്ചു തന്നു. അപ്പം നമുക്ക് നേരെ ബ്രോ അപ്പോഴും ചെറുതായിട്ട് ഷൈ ആയിട്ടാണ് സംസാരം. ഞാൻ ഷൈ അല്ലെന്നല്ല എന്ന് പറഞ്ഞു. ഷൈ അല്ലെന്നല്ല ഞാൻ പറഞ്ഞു. 30,000 லைக் நீங்க கொடுத்தது தான் எனக்கு. எனக்கு ஃப்ரெண்ட் ரிக்வெஸ்ட்ல 1200 பேர் கிட்ட இருக்கீங்க. என்ன ப்ராப்ளம்னா, இப்போ எனக்கு ஃபோன் நான் வச்சிருக்கிறது ரெட்மி ஃபோனு. அது ஹேங் ஆயிடுச்சு. அதில் ஹெவி லோடு தாங்க முடியாமல் ஹேங் ஆகி போச்சு.
ഇനിമേ ഈ വീഡിയോ എന്ന് പറയുന്നത് ബ്രോ വേറൊരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ ബ്രോയുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുക. ഇപ്പം ഇനി ഈ വീഡിയോ വേറെ ആരെങ്കിലും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അമ്മ, ബ്രോ ഇപ്പോൾ ഓൾറെഡി ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇടുന്നത്, ആ വീഡിയോ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുക. എങ്ങനെയാണെങ്കിലും ഇത് 8 മിനിറ്റ് ഉണ്ട്, നമ്മൾ 8 മിനിറ്റ് ഒന്നും കാണുന്നില്ല, ജസ്റ്റ് ഒരു 3 മിനിറ്റ് കണ്ടു നോക്കാം. இதுக்கப்புறம் நான் ஒரு ഞാനിപ്പോൾ കുറേ നേരം ഒന്നും റിയാക്ഷൻ കൊടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ ബ്രോയുടെ റിയാക്ഷൻ വെച്ചല്ലേ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. friends. എനിക്കറിയാം, കാരണം ഒരുപാട് പേർക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടാണ് ടിക്ടോക്ക് എടുക്കുന്നത്. സോ അതിലൊരു തെറ്റുമില്ല. പക്ഷേ വി മിസ് യു ടു ചേച്ചി, വി മിസ് യു ടു. ഈവൻ ദോ ഞാൻ ടിക്ടോക്കിൽ ഇല്ലെങ്കിലും എൻ്റെ കുറേ ഫേക്കുകളൊക്കെ അവിടെ ഉണ്ട്. സോ സത്യം പറയില്ല, അത് ആരാന്ന് പോലും എനിക്കറിയത്തില്ല. ഈ വീഡിയോക്കകത്ത് ഞാൻ കാണുന്നത് ഫോൺ എന്താ സംഭവം ഞാൻ ശരിക്കും കണ്ടില്ല. എന്താണെങ്കിലും നമ്മൾ അതിലോട്ട് ഇങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ബ്രോയെ ഫോക്കസ് ചെയ്യാം പ്ലീസ്. എന്നാ സംഭവമായിരുന്നു? അതെന്തുവാ സത്യം പറ, അതെന്തുവാ? എന്തോ കടിച്ചിട്ട് അവരിങ്ങനെ എന്തോ ചെയ്യുന്നു. പക്ഷെ ഒരു 5 അതെന്തോ കളിപ്പാട്ടം കണ്ട, ശരി കഴിക്കുന്ന സാധനം ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ നാളെ ആർക്കെങ്കിലും വൈറലാകണമെങ്കിൽ പോയി പപ്പടം കടിച്ചിട്ട് അല്ലെങ്കിൽ മാങ്ങ കടിച്ചിട്ട് നേരെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ വൈറലായി. എനിക്ക് തോന്നുന്നത് അത് നാരങ്ങയായിരിക്കും, പക്ഷെ കടിച്ചു കഴിഞ്ഞാൽ പുളിയായിട്ട് ആ റിയാക്ഷൻ എന്തെങ്കിലും വേണ്ട. നമ്മളുടെ പണ്ടത്തെ ടിക്ടോക്ക് അങ്ങനത്തെ ഈ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളുടെ യൂട്യൂബ് ഷോർട്സിൽ വരുന്നതല്ലേ. ഓക്കെ, അതെന്താ ഉദ്ദേശം? സോ ഫോൺ അനലൈസ് ചെയ്യുമ്പം ആ കുട്ടിക്ക് എന്തോ വയറിന് സുഖമില്ലെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഇവര് പോക്കറ്റ് അടിക്കുക, പോക്കറ്റ് അടി, കപ്പിൾ കള്ളന്മാരെ, എന്താ സംഭവം അല്ലെങ്കിൽ കള്ളന്മാരായിട്ടുള്ള ഇപ്പം നിങ്ങൾക്ക് വയറിന് സുഖമില്ലെങ്കിൽ പോക്കറ്റ് അടിക്കരുത്. ജസ്റ്റ് ഫൈൻഡ് എ ബാത്റൂം പ്ലീസ്. ആൻഡ് പോലീസ് നിങ്ങളെ പിടിച്ചോണ്ട് പോകും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ? അല്ലെങ്കിൽ നാട്ടുകാരെ ഒരിക്കലും പോക്കറ്റ് അടിക്കരുത്, നേരെ ബാത്റൂം പോവുക പ്ലീസ്, പ്ലീസ്. അടുത്ത വീഡിയോ കാണാം. ഭക്ഷണ കിറ്റ് ഇന്നാ പോട്ടെ, ഫോട്ടോ എടുക്കുന്നില്ലയോ? ഇല്ല, അതൊക്കെ മുകളിലിരിക്കുന്നവൻ എടുത്തോളൂ. സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എന്ന് പറയുമ്പോൾ അർജു റിയാക്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി ലേറ്റസ്റ്റ് വീഡിയോ, ലാസ്റ്റ് വീഡിയോ, അത് നമുക്ക് നോക്കാം. ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ്. എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സിൽ ചിലപ്പോൾ ഒരു 50% ആൾക്കാർ ബിഗ് ബോസ് കാണുന്നുള്ളായിരിക്കും. കുറച്ച് പേർക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ ആദ്യം കുറച്ച് ശോകമായിരുന്നു ബിഗ് ബോസ്. എറിയും കിട്ടി, ഇടിയും കിട്ടി. റോക്കിക്ക് ആങ്കർ ഇഷ്യൂസ് ഉള്ളതാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പക്ഷേ ഒരു 6 വൈൽഡ് കാർഡ് അങ്ങോട്ട് കയറിയപ്പം നൈസായിട്ടുണ്ട്. ഇപ്പം അടിപൊളിയാണ്, കാണാൻ രസമുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ പോകുന്നതിൽ ഒരു ധാരണയുണ്ട്. നമ്മൾ ഈ കോൾമി ഷസാം നിങ്ങൾക്ക് അറിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഏതോ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ അടി കൂടുന്നു, അവൻ ആ ബ്രോ ഇങ്ങനെ ഇരിക്കുക, ഇവിടെ എന്ത് തേങ്ങ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റോറി കണ്ടിട്ടൊക്കെ മനസ്സിലാവായിരിക്കും. എന്റെ അവസ്ഥ ഏകദേശം ഇതൊക്കെയാണ്. കൊലയാടി നടക്കണം, ഒരു കാര്യമില്ലാതെ അവ ഇരിക്കണണ്ട. എന്തൊരു കോപ്പടേ ഇവിടെ നടക്കണത്, ഇതൊക്കെ എന്തോന്നടേ, ഞാൻ എന്തിനടേ ഇവിടെ നിൽക്കണത്? രാജാവാകണം. അവിടെ പോയി രാജാവായി കഴിഞ്ഞാൽ കപ്പടിച്ചതിനേക്കാളും
ജനസമ്മതിയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ രാജാവാകുക എന്ന ലക്ഷ്യത്തോടെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാണ് നമ്പർ 1. നമ്മൾ അങ്ങനെ ആയിരിക്കണം, അവിടെ പോയിട്ട് രാജാവാകാനായി ശ്രമിക്കാവുള്ളൂ. രാജാവാൻ ശ്രമിച്ച കുറേ പേര് പട്ടിഷമൊക്കെ ബോണസ് രാജാവാകുക എന്നുള്ള രാജാവില്ലായിരുന്നു. ഏതോ ആ പേര് ഞാൻ മറന്നു. രാജാവാകാൻ ചാൻസ് ഉള്ള ഒരാളുണ്ടായിരുന്നു. എൻ്റെ വീട് സ്വിമ്മിംഗ് പൂളുണ്ട്. എൻ്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എൻ്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. അയാളാണ് റോക്കി ബായ്. പക്ഷെ കൈവിട്ടു പോയ സാഹചര്യം റോക്കി ബായ് കയറി ഒരാളങ്ങ് ഇടിച്ചു. എന്നിട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്യാൻ കൺവെൻഷൻ റൂമിൽ വിളിച്ചപ്പോൾ അവിടെ കിടന്ന് മോങ്ങി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നശിപ്പിച്ച് ബായ്. ഈ പിള്ളേരൊക്കെ കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്ന ബിഗ് ബോസ് പിടിച്ച് വെളിയിലിട്ട് റോക്കി ബൈനെ റോക്കി ബൈ ആക്കി. ഇടിക്കുമ്പോ മാസായിരിക്കും, ഇപ്പൊ അത് കഴിയുമ്പോ അതിന്റെ ഇത് വരുമ്പോ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇത് 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇതിന് ഞാൻ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിൽ. തനിക്കെന്താ വയ്യേ വയ്യേ? ബിഗ് ബോസ് ചായ കുടിച്ച പാത്രം എടുത്തോണ്ട് പോവാ. ബിഗ് ബോസ് കിടന്ന് തലയാണ എടുത്തോണ്ട്. ഞാൻ 2024 എടുത്ത ഒരേ ഒരു തീരുമാനം ഒന്നായിരുന്നു, ചീത്തവിളി നിർത്തും എന്നുള്ളത്. എന്നിട്ട് നിർത്തിയോ? ഒരു പെണ്ണും ഇവിടെ വിചാരിക്കണ്ട. മനസ്സിലായ? ആരും എന്നോട് പറയണ്ട. എന്തായാലും നന്നായിട്ട് 2024 അത് 25 ആക്കണമായിരിക്കും. അല്ല, കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ നമ്മൾ എത്ര പേര് പാലിക്കുന്നുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു, ഒരാഴ്ച പോയി. ഞാൻ ഒരുപാട് റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങളും എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നമുക്കൊന്നും പാലിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതുപോലത്തെ ഒരു പറ്റില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഫേക്കാണ്, അത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനെയുള്ളൊരു ഇതുണ്ടെങ്കിൽ നമ്മളുടെ മനക്കരുത്തുണ്ടെങ്കിൽ അതെന്തായാലും ഭയങ്കര കിടിലം. അത്രേ ഉള്ളൂ. ഇതുപോലെ ഒരു ജിമ്മന്റെ മുഖത്ത് നോക്കി ഇമാതിരി വെല്ലുവിളി നടത്തണമെങ്കിൽ ഇതിന്റെ റേഞ്ച് കിടിലല്ലേ. അവൻ പുള്ളിക്ക് അറിയാം അവന്റെ ഒരു കൈക്ക് ഉള്ളന്ന്. പക്ഷെ എന്നാലും ആ ഡയലോഗ് അടി സിഗ്മ തന്നെ. എന്റെ തല വെട്ടി പൊളക്കുന്നുണ്ട്. ഞാനിനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. അടിച്ച് പിരിഞ്ച് റിയാക്ഷനായിട്ട് എൻ്റെ അടുത്ത് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നല്ല, എന്നോട് എന്ത് കാണിച്ചാലും ഇതിന്റെ റിയാക്ഷൻസ് ഭയങ്കര മോശമായിരിക്കും. ഞാൻ ഇച്ചിരി സീനാണ്, നീ ചെയ്യുന്ന പോലെയല്ല, ഇത് നിനക്ക് ചിന്തിക്കാനപ്പുറമായിരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. നീ അത് താങ്ങത്തില്ല എന്ന് വാണിംഗ് കൊടുത്തിട്ട് ഇവൻ എൻ്റെ റിയാക്ഷൻസ് നിങ്ങൾക്ക് കാണണോ? ഓക്കെ, നമുക്ക് റിയാക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രോ, ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മളുടെ അർജുൻ്റെ ഫസ്റ്റ് വീഡിയോയും ലാസ്റ്റ് വീഡിയോയും തമ്മിലുള്ള ഒരു അന്ധകാരം, അങ്ങനെ കണ്ട സംഭവം അങ്ങനെയാണെന്ന് തോന്നുന്നു. അന്ധകാരം നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മളുടെ അർജുൻ്റെ സംസാരം എന്ന് പറയുമ്പം നമുക്ക് അത്ര എൻഗേജിങ് ആയിട്ടുള്ള സംസാരം ആയിരിക്കത്തില്ല. പക്ഷെ ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമുക്ക് നമ്മളുടെ അവിടെ ഇരുത്തി കാണാനുള്ളൊരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ കുറച്ചുകൂടെ നമ്മളെ എൻഗേജ് ചെയ്തിരുത്തും. അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻഗേജിങ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു വീഡിയോക്കകത്ത് ഏതോ ഒരു ബ്രോ എന്നോട് കമൻറ്റ് ഇട്ടായിരുന്നു, കാർ എക്സ്ട്രീറ്റ് മൊബൈലിൽ കളിക്കാൻ പറ്റുക. അത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ മോഡ് ഉപയോഗിക്കാം. ഇപ്പം ഗൂഗിളിൽ നിന്ന് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമുക്കൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ ബ്രോയുടെ മൊബൈലിൻ്റെ പ്രശ്നമായിരിക്കും. മൊബൈലിൽ ഇപ്പം അതിൻ്റെ ആ സ്പെക്സ് കുറവായതും കൊണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് കമ്പാറ്റബിൾ അല്ലാത്തതും കൊണ്ടോ ആയിരിക്കണം അതിപ്പോൾ പ്ലേ ആവാത്തത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിപ്പോൾ വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
അപ്പം അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ. സോളോ വൈനർ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയിൽ നിൽക്കുകയോ. അതിനകത്ത് വലിയ ഫണ്ണൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് സോളോ വൈനർ റിയാക്ഷൻ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു.